രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ. നമ്മുടെ കയ്യിലും കാലിലും മുറിവ് പറ്റുമ്പോ അതില് ബ്ലഡ് ഇങ്ങനെ വരും. അത് എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോ അത് കട്ടിയാവും. അത് സഹായിക്കുന്ന വൈറ്റമിൻ ഈ കട്ടിയാവാനായിട്ട് അല്ലെ, ബ്ലഡ് ഇങ്ങനെ പോവാതെ കട്ടിയാവാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ കെ എന്ന് പറയണത് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ ഇനാമലാണ് ഈ വെളുത്ത ഭാഗം അല്ലെ. വെളുത്ത ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയണത്? പല്ലിന്റെ ഇനാമൽ എന്ന് പറയണത്. വൈറ്റമിൻ സിയുടെ സാങ്കേതിക നാമമുണ്ട് അല്ലെങ്കിൽ സയന്റിഫിക് പേരെന്താ വൈറ്റമിൻ സിയുടെ? എന്ത് ആസിഡ് എന്നാ നമ്മൾ പറയാ? അസ്കോർബിക് ആസിഡ്. ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. ചൂടാക്കുമ്പോ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഇനി രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ അഭാവത്താലാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഇല്ലേ, രക്തം കട്ടിയാകാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ അപ്പൊ ആ വൈറ്റമിന്റെ അഭാവത്താലാകുമല്ലോ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ രക്തസ്രാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? രക്തം കട്ടിയാവാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണത് അല്ലെ. ഏത് വൈറ്റമിന്റെ അഭാവത്താലാണ്? ഇനി ക്രോമസോമുകളിലെ പ്രധാന ഘടകമാണ് ജീനുകൾ. പ്രാണികൾക്ക് എത്ര കാലുകളുണ്ട്? തലച്ചോറിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല, ഒബ്ലാങ്കേറ്റ. ഇനി നാഡീവ്യൂഹം ഉണ്ടെങ്കിലും തലച്ചോറില്ലാത്ത ജീവിയാണ് ഹൈഡ്ര. ഹൈഡ്ര എന്ന് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കണതാണ് കേട്ടോ. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണമാണ് കോശത്തിലെ ഏത് ഭാഗത്ത് വെച്ചാണ് ശ്വസനം നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് കേട്ടോ. എവിടെയാണ്? കോൺട്രിയ, മൈറ്റോകോൺട്രിയ. മധ്യകർണത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താ? സ്റ്റെപ്പീസ്. എന്താണ്? സ്റ്റെപ്പീസ്. ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അപ്പൊ മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7 ഇത്രയും നീളമുള്ള ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7 തന്നെയാണ്. ഓക്സീകരണം വഴി പ്രകാശം പുറപ്പെടുവിക്കുന്ന ജീവിയാണ് മിന്നാമിനുങ്ങ് ആണ്. എന്ത് വഴിയാണ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്? ഓക്സീകരണം വഴി. ഓക്സിജൻ അല്ല, ഓക്സീകരണം. എന്താണ്? ഓക്സീകരണം വഴി.